നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഏങ്ങണ്ടിയൂർ ഏത്തായിയിൽ വീട് കുത്തിപ്പൊളിച്ച് മോഷണം. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ 1 വർഷത്തോളമായി കുടിവെള്ളം പാഴാകുന്നു. കണ്ടശങ്കടവ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾക്ക് വിശദമായി. ഏങ്ങണ്ടിയൂർ ഏത്തായിയിലെ വീട്ടിൽ മോഷണം. കുന്നത്ത് മംഗളാനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട് പൂട്ടി ഓണം ആഘോഷിക്കാനായി സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. വീട്ടിലെ അലമാരകൾ തുറന്ന് രേഖകളും വസ്ത്രങ്ങളുമെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരം വീടിനകത്ത് എടുത്തു വെച്ചിരുന്നു. ഇത് കുത്തിപ്പൊളിച്ച് അതിലുള്ള തുകയും കൊണ്ടുപോയിട്ടുണ്ട്. വാടനപ്പള്ളി പോലീസിൽ പരാതി നൽകി. വാടനപ്പള്ളി മണലൂർ മേഖലയിൽ ഈ അടുത്തായി നിരവധി മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിലൊന്നും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. ഞാൻ ഏത്തായി നായരുക്കുന്നിൻ്റെ അടുത്ത് താമസിക്കുന്ന കുന്നത്ത് മംഗളാനന്ദനാണ്. എൻ്റെ വീട്ടിൽ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളിവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുന്ന് മൂത്ത പെങ്ങളെ വീട്ടിലേക്ക് പോയതാണ്. ഓണമൊക്കെ അവിടെ ആയിരുന്നു. ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ 7:45 ഇവിടെ എത്തിയപ്പോൾ വീട് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അകത്ത് ആകെ ഡ്രസ്സുകളൊക്കെ ആകെ ചിന്തിച്ച് കിടക്കുകയാണ്. അലമാരയും ബാഗും ഒക്കെ തുറന്നിട്ടുണ്ട്. ചുമരലമാരയിൽ കംപ്ലീറ്റ് ഡ്രസ്സുകൾ, ബക്കറ്റിലും ഉണ്ടായിരുന്ന ഡ്രസ്സുകൾ എല്ലാം ചിന്തിച്ച് ബാക്കത്തെ വാതിലാണ് തുറന്നെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭണ്ഡാരം തുറന്നെടുക്കുന്നുണ്ട്. അതിലൊരു 5000 രൂപയോളം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. നോട്ടുകൾ മാത്രമായിട്ട്, ചില്ലറ മാത്രം പുറത്ത് അവരിട്ടിട്ടുണ്ട്. ബാക്കി നോട്ടുകളൊക്കെ എടുത്തുകൊണ്ടുണ്ട്. അതുപോലെ ഇത് എൻ്റെ പെങ്ങളാണ്, രണ്ടാമത്തെ പെങ്ങളാണ്. ഈ പെങ്ങള് മുളകുറ്റിയിൽ 10ൻ്റെയും 20ൻ്റെയും കൊയ്യൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതും നിറച്ചിട്ടുണ്ടായിരുന്നു. ആ മുളകുറ്റിയിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഏകദേശം 2000 രൂപയുടെ അടുത്തുണ്ടായി. അതും മുളകുറ്റി പൊളിച്ചിട്ടിട്ട് പൈസ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പെങ്ങളെ പേഴ്സിൽ ഒരു റോഡ് ഹോൾഡർ മാല ഉണ്ടായിരുന്നു. പുതിയ മാലയാണത്. ആ സ്വർണ്ണാച്ചിട്ട് അതും കൊണ്ടുപോയിട്ടുണ്ട് അവർ. വലപ്പാട് ബീച്ച് SNBP യോഗം ചതയ ദിനത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷവും ഗുരുമന്ദിരം കലാക്ഷേത്രം വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യയും നടത്തി. രാവിലെ മന്ദിരാങ്കണത്തിൽ പതാക ഉയർത്തിയ ശേഷം വൈകിട്ട് കലാപരിപാടികൾ ആരംഭിച്ചു. സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം നിർവഹിച്ചു. ജന്മദിനവും വന്നു ചേർന്നു. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് നമ്മളെ കൈപിടിച്ച് നടത്താൻ കരുത്തരാക്കിയ ഗുരുനാഥന്മാരെ നമ്മൾ ഏറ്റവും വിനയപൂർവ്വം സെപ്റ്റംബർ 5-ാം തീയതി അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്ന ഗുരുനാഥന്മാർക്ക് വേണ്ടിയുള്ള ഒരു ദിവസവും വന്നു. അത് കഴിഞ്ഞ ഉടനെ വിശ്വഗുരുവിൻ്റെ ദിവസവും വന്നു, തിരുജയന്തി. അതിൻ്റെ എല്ലാത്തിൻ്റെയും ആഘോഷത്തിലും അതിൻ്റെയൊക്കെ ആഘോഷത്തിമർപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രധാന റോഡുകളും വീതികളും നഗരവീഥികളും എന്ന് വേണ്ട നമ്മുടെ ഇടവഴികൾ പോലും ട്രാഫിക് കൊണ്ട്, ഗതാഗത തിരക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനം, എനിക്ക് തോന്നുന്നു, കൊറോണയ്ക്ക് ശേഷം ഇത്രയും ആർഭാടമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിറങ്ങിയിട്ടുള്ളൊരു ആഘോഷം ഇത്തവണത്തെ ഓണമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. SNBP യോഗം ഡയറക്ടർ BG സതീശൻ അധ്യക്ഷനായി. അമ്മേക്കാവ് സന്ദീപ് ശാന്തി സമ്മാന വിതരണം നടത്തി. AM രഞ്ജിത്ത്, ശ്യാം പത്തായക്കാട്ടിൽ, ജയചന്ദ്രൻ, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നൃത്തപരിപാടികൾ നടന്നു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ നിർവഹിച്ചു. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് ചാലയ്ക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ
തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് ലതീഞ്ഞ് നൊവേന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, ജപമാല പ്രദക്ഷിണം, തിരുനാൾ ഊട്ട് എന്നിവയുമുണ്ടായിരുന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ ജിൻഡോ ചാലിശ്ശേരി, ജോസഫ് അറയ്ക്കൽ, ജെയ്സൺ പോൾ, ബൈജു ജോർജ്, കൺവീനർ അരുൺ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ത്രയംബക വനിതാ കാവടി ചിന്തുപാട്ട് ടീം അരങ്ങേറ്റം കുറിച്ചു. തളിക്കുളം ശരത് സപ്തസ്വരയുടെ നേതൃത്വത്തിൽ 1 വർഷമായി പഠിച്ചു വന്നിരുന്ന ചിന്തുപാട്ട് സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്ര നടപ്പുരയിൽ ക്ഷേത്ര മുഖ്യ രക്ഷാധികാരി പി.കെ. സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എ.എൻ. സിദ്ധപ്രസാദ്, ട്രഷറർ കെ.കെ. ശ്രീരാമൻ, ജോയിന്റ് സെക്രട്ടറി ഷാജി പുളിക്കൽ, സുകേഷ് ശാന്തി, രാമദാസ് ചുക്കൂട്ട്, ശങ്കരനാരായണൻ പേത്തോട്ടിൽ, വിമല, രത്നവല്ലി, സജി ഷാജി, ദീപ അനിൽ, മണികണ്ഠൻ ജി.വി. എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളായ ഷിയര, അലങ്കൃത, അവന്തിക, ശ്രീചന്ദന, കല്യാണി, അക്ഷര, അമേയ, അന്മയ, ഋതിക, ആവണി എന്നിവർ ചിന്തുപാട്ട് അവതരിപ്പിച്ചു. എടത്തിരുത്തി പൈനൂർ കുഴിക്കൽക്കടവ് ജലോത്സവത്തിന് കൊടിയേറി. കുഴിക്കൽക്കടവ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 11-ന് DM പൊറ്റേക്കാട് സ്മാരക റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ജലോത്സവത്തിന് തുടക്കം കുറിച്ച് E.T. ടൈസൺ MLA കൊടിയുയർത്തി. നമ്മുടെ കൊച്ചു കൊച്ചു വള്ളംകളികൾ കൊണ്ടൊക്കെ സമൃദ്ധമാണ് ഈ കൊച്ചു കേരളം. 44 നദികളും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഉള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇതുപോലുള്ള ഉത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു, വാർഡ് മെമ്പർമാരായ P.H. ബാബു, P.A. ഷമീർ, K.S. ശ്രീരാജു, K.V. സലീഷ്, M.C. രഞ്ജിൽ, മനേഷ്, ജോഷി പുന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 11-ന് 2:30-ന് 16 ചുരുളൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾക്ക് മുന്നോടിയായി ജലഘോഷയാത്ര നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V.K. ജ്യോതിപ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്യും. വിജയികൾക്ക് M.A. ഹാരിസ് ബാബു പുരസ്കാര വിതരണവും നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു അറിയിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും നടത്തി.
ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പഞ്ചായത്ത് അംഗം PK സുകന്യ തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSK തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് ടിങ്കറിംഗ് ലാബിന്റെ പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പാൾ EG സജിമോൻ, മതിലകം BPC NC പ്രശാന്ത്, ആരോൺ P ലൈജു, PTA പ്രസിഡന്റ് KP ഷാജി, VHSC പ്രിൻസിപ്പാൾ AP സിജിമോൾ, LP വിഭാഗം പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി, വൈസ് പ്രിൻസിപ്പാൾ J സഥകത്തുള്ള, TM അനീഷ്, CS ശ്രീകല, KF ഡൊമിനിക്, KP ഗംഗ, TP സിന്ധു, M മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഈ സ്കൂളിൽ ആദരിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. എനിക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് ചോദ്യമുണ്ട്, എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നത്? എന്തിനാണ് നാട്ടുകാർ ഇങ്ങനെ ആളുകളെ കൂട്ടി നിങ്ങളെ ആദരിക്കേണ്ട കാര്യം എന്താ? കാരണം കണ്ടേ ആദരിക്കും ശരിയാണെന്ന് അന്വേഷിച്ചോണ്ട. അങ്ങനെ ആദരിക്കുന്നതിന് ഞങ്ങൾക്കൊരു നിർദ്ദേശമുണ്ട്. ഇവിടെ നിന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജീവിതത്തിൽ എന്തുമായിക്കൊള്ളു, ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ IAS എന്ത് ആയാലും ആയിത്തീർന്ന ആൾ മാനിക്കപ്പെട്ടില്ലാത്ത ആളായത് ഇങ്ങനെ ഉണ്ടാവും. മാനിക്കപ്പെട്ടില്ലാത്ത ആളായാൽ പിന്നെ ഈ സമൂഹത്തിന് ആ മനുഷ്യനെ കൊണ്ടൊരു ഉപകാരമില്ല. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ്. നിങ്ങൾ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ അയൽക്കാരുടെ കുട്ടികൾ ഒക്കെ നല്ല മാർക്ക് വാങ്ങുമ്പോൾ അവർ ജീവിതത്തിൽ നേടുന്ന വിജയത്തിൽ ഞങ്ങൾ കൂടെ ആഹ്ലാദിക്കുകയാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യമാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം കോതകുളം സഹോദര കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര മൈതാനിയിലാണ് ഓണാഘോഷം നടന്നത്. ആറാട്ടുപുഴ വാണിതളം ടീമിന്റെ വീരനാട്യം കൈകൊട്ടികളിയും കുറ്റിച്ചിറ മൈഥിലി വനിതാ ഓണക്കളി സംഘത്തിന്റെ ഓണക്കളിയും അരങ്ങേറി. വാഴപ്പള്ളി ക്ഷേത്രം സെക്രട്ടറി വി.ആർ. രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി പി.വി. ആനന്ദൻ അധ്യക്ഷനായി. കൂട്ടായ്മ പ്രസിഡന്റ് വി.സി. രാജീവ്, സെക്രട്ടറി സുകേഷ് കെ.വി., ട്രഷറർ ഷൈൻ തേനാശ്ശേരി, വൈസ് പ്രസിഡന്റ് അബ്ദുള്ള എ.എസ്., രക്ഷാധികാരികളായ ബഷീർ പി.എം., ചക്കര, സിജോ ടി.ജി., ഷാജി വി.എം., ദണ്ഡപാണി, മനോജ് വി.സി. എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ ഒരു വർഷത്തോളമായി കുടിവെള്ളം പാഴാകുന്നു. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ മാത്തുതോടിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയുള്ള ശുദ്ധജലത്തിന്റെ കുത്തൊഴുക്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഒരേ ദിശയിൽ രാത്രിയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ പുത്തൻപീടികയിൽ രാഷ്ട്രീയ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ്. എൻ്റെ പേര് ഷിനിൽ വാഴപ്പള്ളി. ഒരു വർഷത്തോളമായിട്ട് മാത്തുതോടിന് പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വൻതോതിൽ ജലം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡ് ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ വെള്ളം വളരെയധികം പോകുന്നത് തീരെ അറിയണില്ല. എന്താണെന്ന് വെച്ചാൽ തോട്ടിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തീരെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് ഇതേവരെ വാട്ടർ അതോറിറ്റി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ എത്തി തട്ടിക്കൂട്ട് പണികൾ ചെയ്ത് മടങ്ങുകയാണ് പതിവ്. മണിക്കൂറുകൾക്കകം തന്നെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകും. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രതിഷേധ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മുറ്റിച്ചൂർ, പടിയം, കാരാമാക്കൽ ഉൾപ്പെടെയുള്ള തീരദേശത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമമുണ്ട്. പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനാൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി വെള്ളമെത്താറില്ല.
തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹാളിലെ KV സന്ധ്യാ നഗറിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. മുതിർന്ന നേതാവ് വസന്ത മഹേശ്വരൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി രാജിഷ ശിവജി, ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, സംഘാടക സമിതി ചെയർമാൻ MA ഹാരിസ് ബാബു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, ജില്ലാ ട്രഷറർ KR സീത, ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ, TS മധുസൂദനൻ, സുരേഷ് മഠത്തിൽ, SC ഹാരീഷ്, KR സാംബശിവൻ, ബിന്ദു സുരേഷ്, രതി സുനിൽ, ചിഞ്ചു സുധീർ, രജനി ബാബു, KV സന്ധ്യ എന്നിവർ സംസാരിച്ചു. KB സുധ, നൂറുൽ ഹുദ, ബൈന പ്രദീപ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഗോപിക നന്ദന, EPS ജെന്നി, ഡോക്ടർ സ്നേഹ ചക്രപാണി എന്നിവരെയും ആദ്യകാല പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ, സാമ്രാജ്യത്വത്തിന്റെ നേതൃപദവിയിലിരിക്കുന്ന അമേരിക്ക, അതിനനുസരിച്ച് അവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ദൗത്യങ്ങൾ നിറവേറ്റുന്ന ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഇസ്രായേൽ, ആ ഇസ്രായേൽ ഇതിന്റെ ത്രയം എന്ന് പറയുന്നത് ലോകത്തെ ആകമാനമുള്ള രാജ്യങ്ങൾ ഭയത്തോടുകൂടി കണ്ടിട്ടുള്ള കൂട്ടുകെട്ടാണ്. പക്ഷേ ഇന്ത്യക്കെതിരായി പോലും തീരുവ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അതിനെതിരായി സ്വാഭാവികമായും നമുക്കെതിരെ ഏറ്റവും കൂടുതൽ തീരുവ 50% തീരുവ ചുമത്തുന്നത് ഒരു കാരണം കൊണ്ട് മാത്രമാണ്. റഷ്യയിൽ നിന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് എന്ന് പറയുന്ന അസംസ്കൃത വസ്തു നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അന്തിക്കാട് തുമ്പപ്പൂ സൗഹൃദ കൂട്ടായ്മ ഓണാഘോഷം 2025 സംഘടിപ്പിച്ചു. സരയു തൃപ്പയാർ, കാളിക, കോനിക്കര എന്നീ സംഘങ്ങളുടെ വീരനാട്യങ്ങൾ അരങ്ങേറി. ടീം ലീഡർമാരായ സരിക സരയു, ബിജില, കാളിക എന്നിവരെ വേദിയിൽ ആദരിച്ചു. പ്രതാപൻ അന്തിക്കാടിന്റെ കഥാപ്രസംഗവും CC നടരാജൻ, SK അന്തിക്കാട്, EV അനിൽകുമാർ, അജിത്ത് വരടിയം, കോമള അശോകൻ, സുമേഷ് PK തുടങ്ങിയ ഗായകർ ആലപിച്ച കരോക്കെ ഗാനമേളയും നാടൻ പാട്ടുകളും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. തുമ്പപ്പൂ വനിതാ ടീമിന്റെ വീരനാട്യവുമുണ്ടായിരുന്നു. തുമ്പപ്പൂ സൗഹൃദ കൂട്ടായ്മ രക്ഷാധികാരി അംബുജാക്ഷൻ പച്ചാമ്പുള്ളി, പ്രസിഡന്റ് രാജേഷ് പുളിക്കൻ, സെക്രട്ടറി ദേവദാസ് പച്ചാമ്പുള്ളി, ട്രഷറർ രമി ഗിരീഷ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുധാകരൻ, ജോയിന്റ് സെക്രട്ടറി ദീപ MS എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാവേലിയെ വരവേറ്റുകൊണ്ടുള്ള വർണ്ണശബളമായ ഘോഷയാത്രയുമുണ്ടായിരുന്നു. ഗോപി വാക്കാട്ട് ചെയ്ത മാവേലി വേഷം ആകർഷകമായി. മണികണ്ഠൻ പത്താടത്ത്, ഗിരീഷ്, വിഷ്ണു ബാബു, നികിത യതി, സരിത പ്രതാപൻ, നിൽജ S കുമാർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ വോളിബോൾ താരം യൂസഫ് K ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ BB സജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ KA അനിൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, കായികാധ്യാപകരായ TN സിജിൽ, ബിജു മോഹൻ ബാബു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, PTA വൈസ് പ്രസിഡന്റ് സജീഷ് സത്യൻ, മുൻ പ്രധാനാധ്യാപകൻ PB കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശരീരത്തിനും മനസ്സിനും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കായിക മാമാങ്കം കൂടിയാണ്. കാരണം നമ്മൾക്ക്
ഫ്യൂച്ചറിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനും ആരോഗ്യവും എല്ലാം വീണ്ടെടുക്കുന്നതിലൂടെ നമ്മളുടെ ഭാവി ജീവിതവും പടുത്തുയർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം ഞാനൊരു സ്പോർട്സ്മാനായിട്ടാണ് ഈ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുവാൻ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഉള്ള ഒരു ഉദാഹരണം തന്നെ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ സ്കൂൾ സ്പോർട്സ് മീറ്റുകളിലും പല പല മീറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഈ പങ്കെടുക്കുന്ന അവസരത്തിലും നിങ്ങളെപ്പോലെയെല്ലാം സ്ട്രഗിൾ ചെയ്ത്, അന്ന് ഇത്രയൊന്നും നമ്മൾക്ക് ഫെസിലിറ്റീസോ കായിക അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഏങ്ങണ്ടിയൂർ ഏത്തായിയിൽ വീട് കുത്തിപ്പൊളിച്ച് മോഷണം. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ 1 വർഷത്തോളമായി കുടിവെള്ളം പാഴാകുന്നു. കണ്ടശങ്കടവ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.